അടുത്ത പ്രിപ്പറേഷൻ കാർബോണൈൽ കോമ്പൗണ്ട്സ് എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്താ ഈ കാർബോണൈൽ കോമ്പൗണ്ട്സ്? കാർബോണൈൽ കോമ്പൗണ്ട്സ് ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ്. കാർബോണൈൽ കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും. അപ്പോൾ ആ കാർബോണൈൽ കോമ്പൗണ്ട്സിന് നമുക്ക് രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത് റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ് എഴുതി വെക്കുക. റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ്. റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ്. അതിൽ റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ്. ഓക്കെ, ഈ റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ് പറയുമ്പോൾ അതിനിടയിൽ നമ്മൾക്ക് ഈ ആൽക്കഹോൾ ഫീനോൾ ഈതറിലും അതുപോലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലും കോമൺ ആയി വരുന്ന ഒരു ചേഞ്ച് അറിയണം. എന്നിട്ട് ഞാൻ റിഡക്ഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ് പറഞ്ഞുതരാം. കിട്ടില്ലേ? അതായത് ഇതേതാ ഗ്രൂപ്പ്? CH3 ഓക്സിഡേഷനാണ് ഞാൻ പറയുന്നത്. ആദ്യം ഓക്സിഡേഷൻ. അപ്പോൾ CH3 എന്നത് ഒരു ഗ്രൂപ്പാണ്, ഹൈഡ്രോ കാർബണാണ്. ഇതിന് ഞാൻ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ CH ഒരു H ഉണ്ടോ, അതിനിടയ്ക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ OH ആയില്ലേ? ആ ഒരു Hനിടയ്ക്ക് ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ OH ആയില്ലേ? ഇനി വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നോക്കുക, അടുത്ത് OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ഓക്സിഡേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, OH ഗ്രൂപ്പിലെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു H OH നിന്ന് റിമൂവ് ചെയ്യും, ഒരു H OH ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ നിന്ന് റിമൂവ് ചെയ്യും. മനസ്സിലായോ? OH ഗ്രൂപ്പ് കണക്ട് ചെയ്ത് കാർബൺ റിമൂവ് ചെയ്യും, ഇവിടുന്ന് ഒരു H റിമൂവ് ചെയ്യും, ഇവിടുന്ന് ഒരു H റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ H ഇവിടുന്ന് റിമൂവ് ചെയ്തു, ഇതിലത്തെ H ഇവിടുന്ന് റിമൂവ് ചെയ്തു. OH ഗ്രൂപ്പ് എന്നൊരു H, OH ഗ്രൂപ്പ് കണക്ട് കാർബൺ H റിമൂവ് ചെയ്തു. ആ രണ്ട് H ഈ ഓക്സിജൻ്റെ വാട്ടർ ആവും. പക്ഷേ വാട്ടർ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓക്സിഡേഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് എന്തേ റിമൂവ് ചെയ്തിട്ടുള്ളൂ? H മാത്രം. ആ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഓക്സിഡൈസിങ് ഏജൻറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? C ഡബിൾ ബോണ്ടോ H. C ഡബിൾ ബോണ്ടോ H ആണ് ആൽഡിഹൈഡ്. C ഡബിൾ ബോണ്ടോ H എന്താണ്? ആൽഡിഹൈഡ്. ഇനി അപ്പോൾ ഇത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇനി വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ CHനിടയ്ക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക. അപ്പോൾ C ഡബിൾ ബോണ്ടോ OH. അപ്പോൾ ആസിഡ് ആയില്ലേ? ഇതിൻ്റെ ഷോർട്ട് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? CH3. ഒരു CH3 ഗ്രൂപ്പ് ഹൈഡ്രോ കാർബണായിട്ട് കണക്കാക്കുക. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ CH2OH ആവും. കണ്ടില്ലേ? CH2OH ബോർഡിൽ CH2OH. ഈ CH2OH പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോൾ. അത് വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ CH2OH CHO ആവും. CHO കിട്ടിയില്ലേ? CHO. അപ്പോൾ CHO ഇത് ആൽഡിഹൈഡാണ്. CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്. ഷോർട്ട് ഫോമിൽ ആൽഡിഹൈഡ് ഇതാ CHO. ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് ആസിഡ് ആവും. COOH കണ്ടില്ലേ? ആസിഡ് COOH. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കുക. CH3 ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ CH2OH കിട്ടും. CH2OH ഓക്സിഡൈസ് ചെയ്യുമ്പോഴോ CHO കിട്ടും. CHO ഓക്സിഡൈസ് ചെയ്യുമ്പോഴോ COOH. ഈ CH3നെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് COOH ആക്കാം. പക്ഷേ അതിന് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വേണം. മനസ്സിലായോ? അതൊക്കെ നമുക്ക് ഈ രണ്ട് ചാപ്റ്ററിലായി പഠിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയാൻ പഠിക്കാം. ഒരു ഹൈഡ്രോ കാർബൺ എന്തോ ആവട്ടെ, അത് ആദ്യം പ്രൈമറി ആൽക്കഹോളല്ലാവുന്നത്. ഹൈഡ്രോ കാർബൺ എന്തായി മാറുന്നു? പ്രൈമറി ആൽക്കഹോൾ. ഇനി ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് പഠിച്ചു നോക്കാം. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആദ്യം ആൽഡിഹൈഡ് ആവും. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പിന്നീട് ആസിഡ് ആവും. കേട്ടോ? ഒരു പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആവും. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോഴോ ആസിഡ് ആവും. ഈ പ്രൈമറി ആൽക്കഹോളിനെ വേണമെങ്കിൽ നേരിട്ട് ആസിഡ് ആക്കാം. അതിനൊക്കെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആവും. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്തായി മാറും? കാർബോക്സിലിക് ആസിഡായി മാറും. ക്ലിയർ? ഓക്കെ. ദെൻ ഇനി ഇതിൻ്റെ റിവേഴ്സാണ് റിഡക്ഷൻ. ഇതിൻ്റെ റിവേഴ്സ് ഓക്സിഡേഷൻ റിവേഴ്സ്. അപ്പോൾ ഒരു COOH ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്ത് കിട്ടുക. COOH കാർബോക്സിലിക് ആസിഡ് അല്ലേ? COOH റെഡ്യൂസ് ചെയ്താൽ ആദ്യം CHO ആവും. അത് ഒന്നും നോക്കല്ല. COOH എന്താ പോയത്? COOH CH തമ്മിൽ എന്താ വ്യത്യാസം? COOH CHO തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഓക്സിജൻ വ്യത്യാസം അല്ലേ? റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷനാണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷനാണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷനാണ്. ഇനി CHO റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടും CH2OH. ഒരു CHO റെഡ്യൂസ് ചെയ്യുമ്പോൾ CH2OH പറഞ്ഞാൽ CHOൻ്റെ കൂടെ എത്ര H ആഡ് ചെയ്തു? 2 H ആഡ് ചെയ്തു. അപ്പോൾ CHO റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടും CH2OH കിട്ടും. മനസ്സിലായോ? ഓക്കെ. ഇനി CH2OH റെഡ്യൂസ് ചെയ്യുമ്പോഴോ CH3 ആവും. CH2OH റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായി മാറും? CH3. ഓക്കെ. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? ഒരു COOH കാർബോക്സിലിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് എന്ത് കിട്ടും? ആൽഡിഹൈഡ്. ആദ്യം ആൽഡിഹൈഡ് ആവും. ആൽഡിഹൈഡ് വീണ്ടും റെഡ്യൂസ് ചെയ്യാലോ? പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ റെഡ്യൂസ് ചെയ്താൽ ഹൈഡ്രോ കാർബൺ ആവും. അതിൻ്റെ അർത്ഥം ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് കൊണ്ട് ഒരു കാർബോക്സിലിക് ആസിഡിനെ ആൽഡിഹൈഡായിട്ട് മാത്രമേ ആദ്യം റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ? ഇല്ല.
ഡയറക്റ്റായിട്ട് വേണം ഹൈഡ്രോ കാർബൺ ആക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് റിഡക്ഷൻ ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള ഇത് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഐഡിയ പഠിക്കാം. റിഡക്ഷൻ ഓഫ് ഇത് കാർബോണൈൽ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും ആദ്യം കാർബോണൈൽ കോമ്പൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ CHO റെഡ്യൂസ് ചെയ്താൽ എന്തായിട്ട് മാറും? ഫസ്റ്റ് CH2OH ഇത് പഠിപ്പിച്ചില്ലേ? അതേപോലെ കീറ്റോണിൻ്റെ റിഡക്ഷൻ എന്ന് പഠിപ്പിച്ചു തരാം. C ഡബിൾ ബോണ്ടാണ് കീറ്റോൺ. ഇത് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ആഡ് ചെയ്യുക? ഒന്നിക്കൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓക്സിജൻ റിമൂവ് ചെയ്യുക. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ C ഡബിൾ ബോണ്ട് അല്ലേ 2 H ആയിരിക്കും. H എന്ന് പറഞ്ഞാൽ നെയ്സൻ്റ് ഹൈഡ്രജൻ റെഡ്യൂസിങ് ആയി കിട്ടും. ഒരേ ഇവിടെയും ചേർക്കുക, ഒരേ ഇവിടെയും ചേർക്കുക. അപ്പോൾ എന്താ കിട്ടുക? സിയുടെ കൂടെ H വരും, ഓൻ്റെ കൂടെ OH വരും കേട്ടോ. അപ്പോൾ CHOH. അപ്പോൾ ഒരു ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോളാവും, കീറ്റോൺ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളാവും. മനസ്സിലായോ? ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഒന്ന് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ലിഥിയം അലൂമിനിയം LiAlH4. 2 സോഡിയം ബോറോഹൈഡ്രേറ്റ് NaBH4. 3 ഹൈഡ്രജൻ ഇൻ ദി പ്രസൻസ് ഓഫ് പലേഡിയം H2PD. ഈ 3-ൽ ഏത് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏത് പറ എന്തായി കൺവേർട്ട് ചെയ്യും? ഈ 3 റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോളാവും, കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോളാവും. പഠിച്ചോ? ഇപ്പോൾ എക്സാമ്പിൾ ഓക്കെ. അപ്പോൾ വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് എഴുതിക്കല്ലാരും. വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട്, വെൻ എ കാർബോണൈൽ CARBONYL കാർബോണൈൽ കോമ്പൗണ്ട് ബ്രാക്കറ്റിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട്സ് ബ്രാക്കറ്റിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഈസ് ട്രീറ്റഡ് വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, sodium borohydride, or hydrogen in the presence of palladium. The carbonyl compound is reduced to corresponding aldehyde. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് എഴുതാം. എക്സാമ്പിൾ C3CHO ഏറോ മാർക്കിൻ്റെ മുകളിൽ LiAlH4 പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 CH2OH. അപ്പോൾ എത്തനാൾ എന്തായി മാറി? എത്തനോളായി മാറി. പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കാം, ഹൗ വിൽ യു കൺവേർട്ട് എത്തനാൽ ടു എത്തനോൾ? ഇക്വേഷൻ ചെയ്യാം കേട്ടോ. ഇനിയും വേറെ 2 റിയേജൻ്റ് കൂടി ഉണ്ടല്ലോ. C3CHO ഏറോ മാർക്കുള്ള NaBH4 എന്ന് പറഞ്ഞാൽ സോഡിയം ബോറോഹൈഡ്രൈഡ്. എന്നാ പേര് പറഞ്ഞേ? സോഡിയം ബോറോഹൈഡ്രൈഡ്. പ്രോഡക്റ്റ് പറഞ്ഞേ C3CH2OH. കിട്ടിയോ? ഓക്കെ. അതേപോലെ തന്നെ C3CHO H2PD. എന്താ പ്രോഡക്റ്റ്? CH2OH എത്തനോൾ ഉണ്ടോ? അപ്പോൾ എത്തനോളാക്കുന്ന സ്റ്റെപ്പ് ചെയ്തേ. ക്ലിയർ ആയോ? ഇനി ഇത് ആൽഡിഹൈഡായാലും കീറ്റോണായാലും അതേപോലെ തന്നെ. ഇപ്പോൾ C3CO3 പറയും. ഇത് അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ. അസറ്റോൺ അല്ലെങ്കിൽ എന്താ വിളിക്കുക? പ്രൊപ്പനോൺ. ഇത് റിഡക്ഷൻ നടത്തുന്നു. എന്തായിരുന്നു പറ? ഞാൻ ഇനി മുഴുവൻ എഴുതുന്നില്ല. ഒന്നിക്കൽ LiAlH4 എഴുതുക, അല്ലെങ്കിലോ NaBH4, അല്ലെങ്കിൽ H2PD. പ്രോഡക്റ്റ് എന്താണ്? CO അല്ലേ കീറ്റോൺ. അപ്പോൾ CHOH ആവും. CHOH കിട്ടിയോ? പ്രൊപ്പാൻ 2-ol അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇനി എക്സാമ്പിൾ എഴുതുന്നതിന് അർത്ഥമില്ല, കാരണം നിങ്ങൾക്ക് ഏത് ഉണ്ടാക്കി എഴുതാം. ഇപ്പോൾ ബ്യൂട്ടനോൺ ആണല്ലോ. ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാൽ C3CH2CO3. ഇത് ബ്യൂട്ടനോൺ. പ്രൊപ്പനോൾ C3CHO. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിലോ പറയും. ഇതിപ്പോൾ NaBH4 പറഞ്ഞ പ്രോഡക്റ്റ് C3CH2CO3 എന്തായി മാറും? C3CH2CHOH എന്താ കോമ്പൗണ്ട് പേര്? ബ്യൂട്ടാൻ 2-ol. ബ്യൂട്ടാൻ 2-olൻ്റെ കോമൺ നെയിം സെക്കൻഡറി ബ്യൂട്ടിൽ ആൽക്കഹോൾ. ബ്യൂട്ടാൻ 2-ol അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടിൽ ആൽക്കഹോൾ. കിട്ടിയോ? ഓക്കെ. ഇതിന് വേണമെങ്കിൽ ഇതാ ഈതൈൽ മീതൈൽ കീറ്റോൺ എന്ന് പറയാം. ഈ ഭാഗത്ത് ഈതൈൽ, ആ ഭാഗത്തോ മീതൈൽ. ബ്യൂട്ടനോണിൻ്റെ വേറെ പേരെന്താ? ഈതൈൽ മീതൈൽ കീറ്റോൺ. ക്ലിയർ ആയോ? ഈതൈൽ മീതൈൽ കീറ്റോൺ. പ്രൊപ്പനാളാണ് ഉദ്ദേശിച്ചത്. പ്രൊപ്പനാൾ CH3CH2CHO അല്ലേ? പ്രൊപ്പനാളാണ് എന്താ പ്രോഡക്റ്റ്? പ്രൊപ്പനോൾ. പ്രൊപ്പാൻ 1-ol എന്താ പ്രോഡക്റ്റ് കിട്ടുക? C3CH2
CH2OH പ്രൊപ്പൈൻ 1 ഓൾ, അതായത് N പ്രൊപ്പൈൽ ആൽക്കഹോൾ, N പ്രൊപ്പൈൽ ആൽക്കഹോൾ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ബെൻസീൻ റിംഗ് CHO എന്താ ബെൻസീൻ റിംഗ് CHO? ബെൻസാൽഡിഹൈഡ്. അതിന് ഞാൻ ഏത് H2-PD എഴുതുന്നു. പ്രോഡക്റ്റ് പറഞ്ഞേ. ബെൻസീൻ റിംഗ് എന്താ വരിക? CH2OH കേട്ടോ. ബെൻസീൻ റിംഗ് CH2OH. അതിന് നമ്മൾ ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയും. എന്താ ഇതിന് വിളിക്കുന്ന പേര്? ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ അറോമാറ്റിക് ആൽക്കഹോൾ അല്ല. എന്തുകൊണ്ട് അറോമാറ്റിക് ആൽക്കഹോൾ അല്ല? കാരണം OH ഗ്രൂപ്പ് ബെൻസീൻ റിംഗിലല്ല കേട്ടോ. ഇത് IUPAC നെയിം ഫിനൈൽ മെത്തനോൾ ആണ്. എന്താ ബെൻസൈൽ ആൽക്കഹോൾ IUPAC നെയിം? ഫിനൈൽ മെത്തനോൾ. ഒരു കാർബണുള്ള OH വന്നാൽ മെത്തനോൾ, അതിൽ ഫിനൈൽ വന്നാൽ ഫിനൈൽ മെത്തനോൾ. പഠിച്ചോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ ഇനി ഇതാണെങ്കിലോ ബെൻസീൻ റിംഗ് COCH3, ബെൻസീൻ റിംഗ് COCH3 കേട്ടില്ലേ? ഇത് അസറ്റോഫീനോൺ ആണ്. അസറ്റോഫീനോൺ. ഇത് ഏതെങ്കിലും ഒരു റിയേജൻ്റ് എഴുതുക. LiAlH4. പ്രോഡക്റ്റ് പറഞ്ഞേ. ബെൻസീൻ റിംഗ് COCH3 പേര് അസറ്റോഫീനോൺ എന്നാണ്. അപ്പോൾ ബെൻസീൻ റിംഗ് എന്ത് കിട്ടും? CH2CH3, ഈഥൈൽ ബെൻസീൻ. എന്താണ്? ഈഥൈൽ ബെൻസീൻ അല്ല, CHOHCH3. CH2CH3 അല്ല, CHOHCH3. ഓക്കെ. അസറ്റോഫീനോൺ ഇതായി കൺവേർട്ട് ചെയ്യും. ഫിനൈൽ എത്തനോൾ കേട്ടോ. ഫിനൈൽ എത്തനോൾ. എന്താ പേര്? ഫിനൈൽ എത്തനോൾ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത മെത്തേഡാണ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. എന്താ ഗ്രിഗ്നാർഡ് റിയേജൻ്റ്? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഓക്കെ. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. ഓക്കെ. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് എങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അറിയണം. അപ്പോൾ നമുക്കറിയാം ഇതിന് ഉപയോഗിക്കുന്നത് കാർബോണൈൽ കോമ്പൗണ്ട്സ് ആണ്, ആൽഡിഹൈഡ്സും കീറ്റോൺസും. അപ്പോൾ ഞാനിവിടെ ബോർഡിൽ എഴുതി ശ്രദ്ധിക്കുക, ജനറലായിട്ട് എഴുതി ശ്രദ്ധിക്കുക. C ഡബിൾ ബോണ്ടോ ആണ്. ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും പൊതുവേ എന്ത് എഴുതും? C ഡബിൾ ബോണ്ട് എഴുതും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX എഴുതും. RMgX, R ഡെൽറ്റ മൈനസ് MgX ഡെൽറ്റ പ്ലസ് കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ കാർബൺ ഡെൽറ്റ പ്ലസ് പിന്നെ ഓക്സിജനോ ഡെൽറ്റ മൈനസ്. ഈ ഡെൽറ്റ പ്ലസ്സുള്ള കാർബണിലേക്ക് ഡെൽറ്റ മൈനസുള്ള R ആഡ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ മൈനസുള്ള R വന്നില്ലേ കാർബണിലേക്ക്. ഇനി ഈ ഡെൽറ്റ മൈനസുള്ള ഓക്സിജനിലേക്ക് ഡെൽറ്റ പ്ലസ്സുള്ള MgX വരും. അപ്പോൾ OMgX കേട്ടോ. ഓക്സിജനിൽ MgX വന്നു. ഇതാണ് ആൽക്കഹോൾ, അഡീഷൻ പ്രോഡക്റ്റ്. ഈ അഡീഷൻ പ്രോഡക്റ്റ് അതിന് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ H2O+H+ ചെയ്യും. ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇവിടെ കാട്ടിത്തരാം. O-MgX+ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക അറിയോ? വാട്ടറിൽ HOH ഇല്ലേ, അതിൽ വാട്ടറിലത്തെ H+ ഇവിടെ വരും, OH- ഇവിടെ വരും. കണ്ടില്ലേ? അപ്പോൾ ഈ O- എന്തായി മാറും? OH. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ C, ഇവിടെ OH, ഇവിടെ R പ്ലസ് ഇവിടെ R അല്ലേ, MgX-OH, MgXൻ്റെ കൂടെ OH. അപ്പോൾ ആൽക്കഹോളായി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. ഇത് വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് ബ്രാക്കറ്റ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് ബ്രാക്കറ്റിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഈസ് ട്രീറ്റഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. An addition product is formed which on hydrolysis gives alcohol. An addition product is formed which on hydrolysis gives alcohol. നിങ്ങൾ നോക്കിയേ, ഇവിടെയും ഇവിടെ H ആണെങ്കിൽ ഇത് ഏത് ആൽഡിഹൈഡാ? ഫോമാൽഡിഹൈഡ്. ഇതാ HC ഡബിൾ ബോണ്ടോ H. അപ്പോൾ രണ്ട് സ്ഥലത്ത് H ആണെങ്കിൽ ഇവിടെയും രണ്ട് സ്ഥലത്ത് H വരില്ലേ? അപ്പോൾ OH കണക്ട് ചെയ്ത കാർബണിൽ 2 H വന്ന എന്ത് ആൽക്കഹോൾ എന്ന് വിളിക്കുക? പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ഒരു പ്രൈമറി ആൽക്കഹോൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാൽ. അതായത് ഒരു ഫോമാൽഡിഹൈഡാണ് ഏതുമായിട്ട്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആ അഡീഷൻ പ്രോഡക്റ്റ് ഹൈഡ്രോളൈസ് ചെയ്തിട്ടും പ്രൈമറി ആൽക്കഹോൾ കിട്ടും. മനസ്സിലായോ? നോക്കുക, ഇവിടെ H, ഇവിടെ H. അപ്പോൾ HC ഡബിൾ ബോണ്ട് H. അപ്പോൾ ഇവിടെ H, ഇവിടെ H ആവും, ഇവിടെ H, ഇവിടെ H ആവും. അപ്പോൾ RCH2OH ആവും. ശരിയല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഫോമാൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് ഏത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ കിട്ടും അല്ലേ? ഫോമാൽഡിഹൈഡ് ആണ് എന്ത് കിട്ടും? ഫോമാൽഡിഹൈഡിൻ്റെ IUPAC മെത്തനാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും.
അതേ സമയത്ത് വേറെ ഏതെങ്കിലും ആൽഡിഹൈഡ് ആണെങ്കിലോ ഇതാ നോക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ R ഇവിടെ H, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ H, അപ്പോൾ ആൽഡിഹൈഡ് അതിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ R ഇവിടെ H ആവും, ഇവിടെ R ഇവിടെ H ആവും. അപ്പോൾ CH OH കണക്ട് ചെയ്ത കാർബണിൽ ഒരു H വരും. അപ്പോൾ സെക്കൻഡറി ആൽക്കോളായി. പഠിച്ചോ? അപ്പോൾ ഏത് ആൽക്കോളാണെങ്കിൽ സെക്കൻഡറി ആൽക്കോൾ കിട്ടണമെങ്കിൽ ഏത് ഫോർമാൽഡിഹൈഡ് അല്ലാത്ത വേറെ ആൽഡിഹൈഡ് ഉപയോഗിക്കണം. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത വേറെ ആൽഡിഹൈഡ് ഉപയോഗിച്ച് ഏത് ആൽക്കോൾ കിട്ടും? സെക്കൻഡറി ആൽക്കോൾ. ഇനി കീറ്റോണാണ് ഉപയോഗിക്കുന്നെങ്കിലോ ഇവിടെ R ഇവിടെ R, നോ ഡൗട്ട് ഇവിടെ R ഇവിടെ R, ഇവിടെ R ഇവിടെ R, അപ്പോൾ H ഇല്ല. മനസ്സിലായോ? അപ്പോൾ OH കണക്ട് ചെയ്യുന്ന കാർബൺ H ഇല്ല, അപ്പോൾ ടേർഷ്യറി ആൽക്കോളാവും അല്ലേ? അപ്പോൾ എഴുതിക്കോ. യെസ്, when formaldehyde bracket methanol, when formaldehyde bracket methanol is treated with, when formaldehyde bracket methanol എന്ന് എഴുതുക, is treated with Grignard reagent, is treated with Grignard reagent, an addition product is formed, an addition product is formed which on hydrolysis gives, an addition product is formed which on hydrolysis gives, an addition product is formed which on hydrolysis gives primary alcohol, which on hydrolysis gives primary alcohol. അല്ലേ, which on hydrolysis gives primary alcohol. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, HC ഡബിൾ ബോണ്ടോ H ആണ് ഫോർമാൽഡിഹൈഡ്. ഈ HC ഡബിൾ ബോണ്ടോ Hനെ നമ്മൾ HCHO എന്ന് എഴുതും. എഴുതുക HCHO. അതിന് വീണ്ടും ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ CH2 എന്ന് എഴുതും. ഇതെല്ലാം ഏത് ആൽഡിഹൈഡാണ്? ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് CH2 എന്ന് എഴുതുന്നത് നല്ലത് ഏത് ഈ റിയാക്ഷനിൽ. അപ്പോൾ ഇനി എക്സാമ്പിൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. CH3MgCl മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് CH2O. എന്താ ഈ CH2O? ഫോർമാൽഡിഹൈഡ്. എന്താ പ്രോഡക്റ്റ് കിട്ടുക? നിങ്ങൾ ഇതാ ഈ MgCl ഈ ഓക്സിജനിൽ കൊടുക്കുക, ഈ CH2ലേക്ക് ഈ CH3 കൊടുക്കുക. അപ്പോൾ ഉത്തരം പറഞ്ഞാൽ CH3CH2OMgCl കിട്ടിയോ? കണ്ടില്ലേ ഇവിടെ OMgX കിട്ടിയത്, ഇവിടെ R കിട്ടിയത്. അപ്പോൾ CH3CH2OMgCl. ഇനി ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടും. ഹൈഡ്രോളൈസ് പറഞ്ഞേ CH3CH2OH പ്ലസ് വേണമെങ്കിൽ എഴുതാം MgClOH. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. ക്ലിയർ ആയോ? ഇനി വേറൊരു പ്രോഡക്റ്റ് നോക്കിയാൽ ഇപ്പോൾ വേറൊന്ന് എക്സാമ്പിൾ 2 C2H5MgBr ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് വരെ ബ്രോമൈഡ് ആയിക്കോട്ടെ, ഏത് ഉപയോഗിക്കാം കേട്ടോ. ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് പ്ലസ് CH2O ഫോർമാൽഡിഹൈഡ്. എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറഞ്ഞോളൂ. C2H5CH2OMgBr കിട്ടിയില്ലേ? OMgBr. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴോ H2O പറ H പ്ലസ്. ഹൈഡ്രോളൈസ് ചെയ്യും പറഞ്ഞേ C2H5CH2OH എന്ന് പറഞ്ഞാൽ പ്രൊപ്പാൻ 1 പ്ലസ് MgBrOH കിട്ടിയോ? MgBrOH. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഇപ്പോൾ C2H5MgB. ഇപ്പോൾ നോക്കേ CH3 twice CHMgBr ഇതാണ് ഇരിക്കുക പ്ലസ് CH2O. എന്തായിരിക്കും പ്രോഡക്റ്റ്? പറയൂ. C2H5 twice CH2 അല്ല, CH3 twice CH അതിൻ്റെ കൂടെ എന്ത് വരും? CH2 OMgBr കിട്ടിയോ? OMgBr. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടും. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ പറയൂ C3 twice CH2OH പ്ലസ് വേണമെങ്കിൽ ബൈ പ്രോഡക്റ്റ് MgBrOH കിട്ടിയോ? ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇപ്പം മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ് റിയേറ്റ് എത്തനോൾ കിട്ടും. അപ്പോൾ പ്രൊപ്പനോൾ ഇട്ടുണ്ടെങ്കിൽ ഈഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ഉപയോഗിക്കണം. ഒരു കാർബൺ കൂടും. ഗ്രിഗ്നാർഡ് റിയേറ്റിൽ എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കൂടും. പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. പഠിച്ചോ? ഓക്കെ, നോക്കുക. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത വേറൊരു ആൽഡിഹൈഡ് ആണെങ്കിലോ, ഫോർമാൽഡിഹൈഡ് അല്ലാത്തൊരു ആൽഡിഹൈഡ് പേര് എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് അല്ലേ, പ്രൊപ്പനാൾ, അങ്ങനെ മനസ്സിലായോ? അതല്ലാത്ത ഏതാണെങ്കിലും സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇരിക്കോ വെൻ an aldehyde ബ്രാക്കറ്റിൽ എഴുതിക്കോ എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ്. വെൻ an aldehyde ബ്രാക്കറ്റിൽ എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ്, when an aldehyde bracket except formaldehyde is treated with a Grignard reagent
treated with Grignard reagent. An addition product is formed. An addition product is formed. An addition product is formed which on hydrolysis gives secondary alcohol. An addition product is formed which on hydrolysis gives secondary alcohol. An addition product is formed which on hydrolysis gives secondary alcohol. An addition product is formed which on hydrolysis gives secondary alcohol. Which on hydrolysis gives secondary alcohol. എഴുതിയില്ലേ? ഓക്കെ, അപ്പോൾ എഴുതിക്കോ. എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ CH3CHO. CH3CHO പറഞ്ഞാൽ എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ്. എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ്. ഓക്കെ, പ്ലസ് CH3MgBr, ഏതെങ്കിലും CH3MgBr, മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ CH3CHO ഉണ്ടോ, ആ CH3CHO എന്നുള്ളത് C3CH നക്കുക. ഈ ഓക്സിജനിലേക്ക് MgBr കൊടുക്കുക. ഓക്സിജനിലേക്ക് MgBr, OMgBr ആയില്ലേ. ഇനി ഈ CHലേക്ക് ഈ CH3 കൊടുക്കുക. ഈ CHലേക്ക് CH3 കിട്ടിയോ? ഇതാണ് അഡീഷൻ പ്രോഡക്റ്റ്. അപ്പോൾ C3CHOMgBr CH3. ഇനി ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H2OH+. പറഞ്ഞേ, C3CH OMgBr എന്തായി മാറും? OH പ്ലസ് MgBr പ്ലസ് MgBr OH കിട്ടിയോ? അതായത് എത്തനാൾ എന്തായി? ഐസോപ്രൊപ്പൈൽ ആൽക്കോളായി അല്ലേ? അസറ്റാൽഡിഹൈഡ് ഐസോപ്രൊപ്പൈൽ ആൽക്കോളായി. പരീക്ഷ കൊണ്ട് ചോദിക്കാം, ഹൗ വിൽ യു കൺവേർട്ട് അസറ്റാൽഡിഹൈഡ് ടു ഐസോപ്രൊപ്പൈൽ ആൽക്കോഹോൾ? ഓക്കെ, അല്ലെങ്കിൽ എത്തനാൾ ടു പ്രൊപ്പാൻറ്റുവോൾ. ക്ലിയർ ആയോ? അപ്പോൾ ഏതല്ലാത്ത ആൽഡിഹൈഡ് എത്തനാൾ പ്രൊപ്പനാളല്ല, ഫോമാൽഡിഹൈഡ് മെത്തനാൾ അല്ലാത്ത ഏത് ആൽഡിഹൈഡ് ഉപയോഗിച്ചാൽ ഇതേ പ്രോഡക്റ്റ് കിട്ടും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കിയേ. C3CHO C3CH2CH ആയിക്കോട്ടെ, പ്രൊപ്പനാൾ പ്ലസ് C3MgCl ചെയ്യാനാവില്ല നിങ്ങൾക്ക്? പറഞ്ഞേ, എന്തായിരിക്കും? C3CH2 CH2 ഇവിടെ OMgCl ആവും, പിന്നെ C3. ഈ C3 അല്ലേ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടും? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ പറഞ്ഞേ, H2OH+. പറയും C3CH2 ഇവിടെ CH അല്ലേ, C3CH2 CHOMgCl C3. അപ്പോൾ CHOMgCl CHOH ആവും, ഇവിടെ C3 പ്ലസ് MgClOH കിട്ടിയോ? പ്ലസ് MgClOH. അങ്ങനെ ഏത് വന്നാലും എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്ത കീറ്റോൺ ആണ്. ഏത് ആൽക്കഹോൾ കിട്ടും? കീറ്റോൺ ആണ് ഏത് ആൽക്കഹോൾ കിട്ടും? ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ എഴുതിക്കോ. when a ketone is treated with Grignard reagent, when a ketone is treated with Grignard reagent, an addition product is formed. An addition product is formed which on hydrolysis gives tertiary alcohol. An addition product is formed which on hydrolysis gives tertiary alcohol. An addition product is formed which on hydrolysis gives tertiary alcohol. Example, ആദ്യത്തെ എക്സാമ്പിൾ ഇമ്പോർട്ടൻറ്റ്. അസറ്റോൺ C3CO C3 ഏതാ എഴുതിക്കോ? C3CO C3 അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ പ്ലസ് C3MgCl അല്ലെങ്കിൽ MgBr, ഏതെങ്കിലും ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ്, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് C3MgCl എന്ന് മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ്. റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുക? പറഞ്ഞേ. ഈ C3 എന്ത് വരും? പറ C3C. ഇവിടെ C3 ഇല്ലേ ഓൾറെഡി, ഇവിടെ OMgCl ആവും, ഇവിടെ എന്ത് വരും? C3 വരും. കിട്ടിയോ? ഇനി ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴോ പറയും H2OH+. പറഞ്ഞേ, C3C ഈ OMgCl എന്താവും? OH പിന്നെ C3 കിട്ടിയോ? പ്ലസ് MgClOH. ക്ലിയർ ആയോ? ഇതാണ് കിട്ടുക. അപ്പോൾ അസറ്റോൺ എന്തായി മാറി? ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളായി മാറി. അസറ്റോൺ ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇത് ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളാണ്. അസറ്റോൺ ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളായി, അല്ലെങ്കിൽ എന്താ പറയുക, പ്രൊപ്പനോൺ 2-methyl propan-2-ol. പ്രൊപ്പനോൺ. അപ്പോൾ കൺവേർഷൻ ആണെങ്കിൽ അസറ്റോൺ ടു ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനോൺ ടു 2-methyl propan-2-ol. 2-methyl propan-2-ol. ഇനി ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുമോ? വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. നോക്ക്. C3CH2 CO CH3 പ്ലസ് C2H5 MgBr ആണെങ്കിലോ? പറഞ്ഞേ, പറ. C3 പറഞ്ഞോളൂ. CH2 C ഇത് OMgBr, പിന്നെന്താ
ഇവിടെ CH3 ഇല്ല ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു CH3 വരും. കിട്ടിയോ? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ പറഞ്ഞോ CH3 CH2 C ഇവിടെ OH ഇവിടെ CH3 ഇവിടെയോ C3 പ്ലസ് MgClOH. കിട്ടിയോ? അപ്പോൾ ടെർഷ്യറി ആൽക്കഹോളിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിയാക്ഷൻ. കേട്ടില്ലേ? ക്ലിയർ?